ഹലോ നമസ്കാരം. സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഫ് സി ബാഴ്സലോണ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കാര്യമായ ചലനമുണ്ടാക്കിയ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. ബാഴ്സലോണ ഒരു പുതിയ പ്ലെയറെ സൈൻ ചെയ്യുകയും ടീമിലുണ്ടായിരുന്ന ഒരാളെ വിറ്റൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എഫ് സി കോപ്പൻഹേഗനിൽ നിന്ന് 19-കാരനായ സ്വീഡിഷ് റൈറ്റ് വിങ്ങറെയാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. റൂണി ബാർഗിയെ 2 മില്യൺ യൂറോയ്ക്കും അധിക പണത്തിനും 15% സെല്ലോൺ ക്ലോസും നൽകിയാണ് എഫ് സി കോപ്പൻഹേഗനിൽ നിന്ന് ബാഴ്സലോണ സ്വന്തം തട്ടകത്തിലെത്തിച്ചിരിക്കുന്നത്. റൂണി ബാർഗി 2029 വരെയുള്ള 4 വർഷ കരാറാണ് ബാഴ്സലോണയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. റൂണി ബാർഗിയെ സ്വീഡിഷ് ഫുട്ബോൾ ഒരു ഭാവി വാഗ്ദാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിൽ കൂടി താരത്തിന് കഴിഞ്ഞ സീസണിൽ മുട്ടിന് പരിക്കേൽക്കുകയും ദീർഘകാലം കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ബാഴ്സലോണ ഇത് പരിഗണിച്ചിട്ടില്ല. ബാഴ്സലോണ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് റൂണി ബാർഗിയെ കാണുന്നത്. വരുന്ന പ്രീ സീസൺ ടൂറിലും സീനിയർ ടീമിനൊപ്പമുള്ള പരിശീലനത്തിലും റൂണി ബാർഗിയെ ഉൾപ്പെടുത്തുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ബാഴ്സ അത്ലറ്റിക്കിലായിരിക്കും താരം കളിക്കുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ പാബ്ലോ ടോറയെ ബാഴ്സലോണ മയോർക്കയ്ക്ക് വിറ്റിരിക്കുകയാണ്. 5 മില്യൺ യൂറോയാണ് ബാഴ്സലോണയ്ക്ക് ഈ സെയിലിലൂടെ ലഭിക്കുക. ഇതുകൂടാതെ ഈ കരാറിൽ ബാഴ്സലോണ ബൈബാക്ക് ഓപ്ഷനും ഒരു നിശ്ചിത ശതമാനം സെല്ലോൺ ക്ലോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2022 മുതൽ ബാഴ്സലോണ താരമാണ് പാബ്ലോ ടോറെ. എന്നാൽ അദ്ദേഹത്തിന് കാര്യമായ പ്ലേയിങ് ടൈം ഒന്നും ബാഴ്സയിൽ ലഭിച്ചിരുന്നില്ല. 2023-24 സീസണിൽ അദ്ദേഹം ജിറോണയിൽ ലോണിലൊക്കെയാണ് കളിച്ചിരുന്നത്. അതിനുശേഷം മടങ്ങിയെത്തി. ഹാൻസി ഫ്ലിക്കിന് കീഴിലും അദ്ദേഹത്തിന് കാര്യമായ പ്ലേയിങ് ടൈം കിട്ടിയിരുന്നില്ല. എങ്കിലും കിട്ടിയ സമയം അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി വീണ്ടും കാണാം. ബൈ.